ഹലോ ഫ്രണ്ട്സ്, അബിയാണ്. അങ്ങനെ കാത്തിരുന്ന മാർക്കോയുടെ ആ 100 കോടി ക്ലബ്ബ് ഒഫീഷ്യൽ പോസ്റ്റർ വന്നിരിക്കുകയാണ്. പാൻ ഇന്ത്യ ലെവലിലേക്ക് മാറിയിട്ടും 100 കോടി ഇതുവരെ അടിച്ചില്ല എന്നുള്ള എല്ലാവരുടെയും പരാതി മാറ്റിക്കൊണ്ട് മാർക്കോയും അങ്ങനെ 100 കോടി ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. 18 വയസ്സിന് താഴെ ഉള്ളവരുടെ സപ്പോർട്ടില്ലാതെ, ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ, ലോല ഹൃദയരുടെ സപ്പോർട്ടില്ലാതെ അങ്ങനെ മാർക്കോ 100 കോടി ക്ലബ്ബിലേക്ക് എത്തിയിരിക്കുന്നു. പാൻ ഇന്ത്യ ലെവലിലേക്ക് ഹിറ്റായ മാർക്കോ 100 കോടി അടിച്ചില്ലെങ്കിൽ ഇതുവരെ 100 കോടി അടിച്ച മലയാള സിനിമകളൊക്കെ ഒരു കെട്ടുകഥകളാണെന്ന് മാത്രം നമുക്ക് വിശ്വസിക്കേണ്ടി വരും. എന്നാൽ 100 കോടിയിൽ മാത്രം നിൽക്കുന്നതല്ല മാർക്കോ. ഇനി അങ്ങോട്ട് കത്തി കയറി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കുറച്ചു നാൾ മുമ്പ് ഇഡിയുടെ അന്വേഷണം വരുന്നതിന് മുമ്പ് വരെ ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ മലയാള സിനിമകളും 100 കോടി ക്ലബ്ബിൽ നമുക്ക് കാണാമായിരുന്നു. ഒട്ടുമിക്കതും തള്ളായിരുന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു അന്വേഷണം കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു സിനിമകളും അങ്ങനെ 100 കോടി ടച്ച് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള 100 കോടി എന്ന തള്ള് കുറവായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പൊ ഇറങ്ങുന്ന ഏതെങ്കിലും ഫിലിമിന് പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് 100 കോടി എന്ന് ചുമ്മാ അങ്ങ് തള്ളാൻ പറ്റത്തില്ല. അതിന്റെ ഇൻകം ടാക്സ് അവർക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത വരും. അതുകൊണ്ട് തന്നെ മറ്റ് സിനിമകളെ പോലെ തള്ളി മറിക്കാതെ റിയൽ ആയിട്ടുള്ള 100 കോടി ക്ലബ്ബിൽ മാർക്കോ ഇന്ന് ഇടം പിടിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ മാജിക് മീഡിയ 23 സൈനിങ് ഔട്ട്.